Guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ മാത്സ് എക്സാമിന് ഇത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ പബ്ലിക് എക്സാമിന് A+ ഉറപ്പിച്ചോളൂ. ഓക്കെ, എത്രയാണോ മാർക്ക് എന്നല്ലേ? വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയേഴ്സ്, ഇതാ കണ്ടുകൊള്ളൂ. മാത്സ് പരീക്ഷയിൽ നിങ്ങൾക്ക് 50 മാർക്കിന് മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക് എക്സാമിന് നിങ്ങൾ A+ ഉറപ്പിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ മാത്സിൽ 72 മാർക്ക് കിട്ടിയാലല്ലേ A+ കിട്ടുള്ളൂ എന്ന്? അത് ജനറൽ മാർക്ക്, അതൊരു റൂളാണത്. 80-ൽ 72 മാർക്ക് ഉണ്ടെങ്കിൽ A+ എന്നത്. എന്നാൽ ഓണം എക്സാം പോലെയുള്ള ഒരു ഫസ്റ്റ് ടേം എക്സാം SSLC പഠിക്കുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് എഴുതുന്ന SSLCയിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ടേം എക്സാമാണ്, ആദ്യത്തെ പാദവാർഷിക പരീക്ഷ. ആ പരീക്ഷയിൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ മാത്സ് എക്സാമിൻ്റെ ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിൽ, കുട്ടികൾ പറഞ്ഞിരിക്കുന്ന ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിൽ 50 മാർക്കിന് മുകളിൽ ഒരു കുട്ടിക്ക് മാത്സ് പരീക്ഷയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, എത്രയിൽ? 80-ൽ 50 മാർക്കിന് മുകളിൽ ഒരു കുട്ടിക്ക് A+ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, 80 മാർക്കിൽ 50 മാർക്കിന് മുകളിൽ A+ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇതേ പാത പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിൽ മാത്സ് പരീക്ഷയിൽ A+ കിട്ടുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഞാൻ നോട്ട് ദ പോയിന്റ്, ഇതേ പാതയിൽ തുടരുകയാണെങ്കിൽ, അതായത് 50 മാർക്ക് കിട്ടിയത് തന്നെ ആ കുട്ടി കൃത്യമായിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ പ്രൊഡിക്ഷൻ കണ്ടതുകൊണ്ടോ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ടോ മാത്രമല്ല. ആ കുട്ടി കൃത്യമായിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയൊരു കുട്ടി തന്നെയാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ആ കുട്ടിക്ക് കോൺസെപ്റ്റ് അറിയാം, അല്ലെ ബേസ് അറിയാം, ആ കുട്ടിക്ക് ചോദ്യം ചെയ്യാൻ അറിയാം. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്ന കുട്ടി ആയിക്കൊള്ളണമെന്നില്ല. ആ കുട്ടി ചെയ്യുന്ന ചോദ്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതും ആ ചെയ്തതിൽ നിന്ന് അതിൻ്റെ ഉത്തരസൂചിക പഠിച്ചെടുക്കുന്ന ഒരു കുട്ടിയുമായിരിക്കാം. ആ കുട്ടി ചെയ്യേണ്ടത് ഇനി ഡിസംബർ എക്സാമിനെ വരവേൽക്കുക എന്നുള്ളതാണ്, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതുപോലെ മറ്റ് വിഷയങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്നറിയോ? ഈ വീഡിയോയിലല്ല, നാളെ ബുധനാഴ്ച രാത്രി 7 മണിക്ക് MS സൊല്യൂഷൻസിൻ്റെ ഈ SSLC യൂട്യൂബ് ചാനലിൽ കേരളത്തിലെ മുഴുവൻ SSLC കുട്ടികൾക്കും വേണ്ടി ക്രിസ്മസ് പരീക്ഷയ്ക്ക് പണി കിട്ടുമെങ്കിലും MS സൊല്യൂഷൻസിൻ്റെ നാളത്തെ ലൈവിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആ പണിയെയും എങ്ങനെ വരവേൽക്കാം, അതിനെ എങ്ങനെ തിരിച്ചടിക്കാം, എങ്ങനെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ടേക്ക് പോകാം. ഇത് വെറും ഒരു സ്റ്റഡി പ്ലാൻ മാത്രമല്ല, ആ കുട്ടിയുടെ കഴിവുകൾ എങ്ങനെ പരിപോഷിപ്പിക്കാം. കഴിവുള്ളവർക്ക് എപ്പോഴും A+ ഉറപ്പാണ്. എന്നാൽ കഴിവില്ലാത്തവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് MS സൊല്യൂഷൻ എൻ്റെ ടീമും ചെയ്യുന്നത്. കഴിവില്ലാത്തവൻ്റെ കഴിവ് എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ നോക്കിയാൽ കാണില്ല അയാൾക്ക് കഴിവ്. ചിലപ്പോൾ ബാക്ക് ബെഞ്ചറിലെ ആളായിരിക്കും 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുന്നുണ്ടാവുക, മിഡിൽ ബെഞ്ചറായിരിക്കും 9-ഓ 10-ഓ ഫുൾ A+ ഒക്കെ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ പഠിപ്പിയെന്ന് വിളിച്ച ആൾക്ക് എക്സാമിൽ പിഴവുകൾ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സ്കൂളുകളിൽ അടിപൊളിയായിട്ട് പഠിപ്പി എന്ന പേര് 10ാം ക്ലാസ്സിൽ വീണ് കിട്ടിയ കുട്ടികൾക്ക് ഈ ഓണപരീക്ഷയുടെ പേപ്പർ കൊടുത്തപ്പോൾ മാർക്ക് വളരെ കുറഞ്ഞു പോയേക്കാം. എനിക്ക് 10ാം ക്ലാസ്സിൽ അങ്ങനെയായിരുന്നു. മാത്സിലെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ട് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ചുരുക്കി ആൻസർ വേഗം വിളിച്ച് പറയും, പെട്ടെന്ന് ചെയ്യുമായിരുന്നു. പക്ഷേ ഓണപ്പരീക്ഷ ഞാൻ എഴുതിയപ്പോൾ എൻ്റെ പേപ്പറായിരുന്നു ടീച്ചർ എന്ത് ചെയ്തത്, മറ്റുള്ള കുട്ടികളുടെ ആൻസർ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തത്. ആ ടീച്ചർ എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ എനിക്ക് ലഭിച്ച മാർക്ക് 80-ൽ 40 മാർക്കായിരുന്നു. എന്നാൽ ടീച്ചർ ഒരിക്കലും മാത്സിലൊക്കെ വളരെ മാർക്ക് കുറവ് പ്രതീക്ഷിച്ച എൻ്റെ തൊട്ടപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് 80-ൽ 72-ഉം 80-ൽ 68-ഉം ഒക്കെ ആയിരുന്നു. ഞാൻ പറയും, അപ്പോൾ മാത്സ് വിഷയത്തിൽ ഞാൻ കുറച്ച് വീക്കാണ് എന്നുള്ളത് ആ ടീച്ചർ മനസ്സിലാക്കിയത് ഓണപരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴാണ്. അതുവരെ ടീച്ചറുടെ മനസ്സിൽ ഞാനാരാ, ഹോംവർക്കൊക്കെ കൃത്യമായി ചെയ്യുന്ന, എന്ത് ചോദിച്ചാലും ഇക്വേഷൻസൊക്കെ പെട്ടെന്ന് ഉത്തരം പറയുന്ന, ഏത് ചോദ്യം ടീച്ചർ ക്ലാസ്സിൽ ചെയ്യാൻ നോക്കിയാലും അത് വളരെ പെട്ടെന്ന് ടീച്ചർ പറയുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആൻസറിലേക്ക് എത്തുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഓണപരീക്ഷ എന്ത് ചെയ്തു, എൻ്റെ ആ ഒരു വാല്യൂ കുറച്ചു. ഇത് തണ്ണീർമത്തൻ ദിനങ്ങൾ, അങ്ങനെ ഇതൊരു സിനിമയിലും ഇതുപോലെ ഉണ്ട്, ഒരു രംഗമുണ്ട്. ഓക്കെ, അതേ രംഗം ഞാനത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ സെയിം റിയാലിറ്റി ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങ് അത്രയും ബാക്ക് ബെഞ്ചിലുള്ള ആൾക്കാരാണ് ഇന്ന് നിങ്ങളെ
പഠിപ്പിക്കുന്നത് കൂടി നിങ്ങൾ ഓർക്കണം. സോ അവർക്ക് പറഞ്ഞു വരാൻ പറ്റുന്ന 18 അടവുകളുമുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം. സോ മറക്കണ്ട, തിക്കണ്ട, തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. ബുധനാഴ്ച രാത്രി 7 മണിക്ക് ബാക്കി സബ്ജക്റ്റുകളിലും എത്ര മാർക്കുകൾ വീതം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ A+ കിട്ടുമെന്നുള്ളതൊക്കെ പറയും. തീർച്ചയായിട്ടും ആ ലൈവിലേക്ക് പങ്കെടുക്കാൻ മറക്കല്ലേ ചെറുപ്പക്കാരാ. ശരിയല്ലേ? യെസ്, വീണ്ടും കാണാം. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.